ക്ലാസ്സിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മോഡൽ ക്വസ്റ്റ്യൻ ആണ്. 2 മണിക്കൂർ 15 മിനിറ്റാണ് എക്സാം. ഈ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ചോദ്യങ്ങൾ നന്നായി വായിക്കുക, ഉത്തരം മനസ്സിൽ ഫ്രെയിം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എക്സാം 15 മിനിറ്റ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക. 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. ഒരു 30 മാർക്കിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ എന്തുണ്ട്, ഇൻറ്റേർണൽ ചോയ്സ് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, എ ബി. അപ്പോൾ ഏതാണോ നന്നായി അറിയുന്ന ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, എഴുതുക. എന്നിട്ട് ശേഷം ലാസ്റ്റ് സമയം ബാക്കിയുണ്ടെങ്കിൽ ആ സ്കിപ്പ് ചെയ്ത ഓപ്ഷനും കൂടി എഴുതുക. മൊത്തം ക്വസ്റ്റ്യൻ്റെ ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി ഇതവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു 5 ഡിജിറ്റ് നമ്പറാണ്. ഈ 5 ഡിജിറ്റ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ഡിജിറ്റ്സ് അല്ലേ, ഒരേ നമ്പർ റിപ്പീറ്റ് ചെയ്യാണ്ടുള്ള നമ്പറാണ് തന്നത്. ഇത് ഉപയോഗിച്ചിട്ട് സ്മോളസ്റ്റ് നമ്പർ നമുക്ക് ഫ്രെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ഏതായിരിക്കും? അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഏറ്റവും നമ്പർ കുറഞ്ഞത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇടുക അല്ലേ. 2 3 4 5 7 എഴുതുക. ഇതായിരിക്കും ഏറ്റവും സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ വരിക. ഇനി അടുത്ത ചോദ്യം എന്താണ്? 5 ഡിജിറ്റ് ലാർജസ്റ്റ് നമ്പർ. ഇതുപോലെ തന്നെ ലാർജസ്റ്റ് നമ്പർ ഇത് തിരിച്ചിട്ടാൽ കിട്ടൂലേ, ഒറ്റയടിക്ക് പറയാൻ വേണ്ടി പറ്റും 2 ആണ് വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ് എന്ന്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യുക, ലാർജസ്റ്റ് നമ്പർ കൂടി എഴുതാം. അതിൻ്റെ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ലാർജസ്റ്റ് നമ്പറിൻ്റെയും സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പറിൻ്റെയും വ്യത്യാസം, ഡിഫറൻസ് എടുത്താൽ അതുമായി ബന്ധപ്പെട്ട കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ലാർജസ്റ്റ് നമ്പറിന്ന് സ്മോളസ്റ്റ് നമ്പർ മൈനസ് ചെയ്യുക അല്ലേ. എന്നിട്ട് നമുക്ക് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കുക. ആ നമ്പർ സിസ്റ്റം ഒന്ന് ജസ്റ്റ് നോക്കണേ. യെസ്, നമ്മൾ ഇൻ്റർനാഷണൽ സിസ്റ്റം ഉണ്ട്, ഇന്ത്യൻ സിസ്റ്റം ഉണ്ട് അല്ലേ. അതാ നോക്ക്, 1s 10s 100 1000 10,000 1 lakh 10 lakh 1 crore 10 crore അല്ലേ. അത് ഇപ്പുറത്തെ സൈഡിൽ നോക്കൂ, 1s 10s 100 1000 10,000 100,000 1 million. 1 millionൽ ദർ ആർ 6 zeros ആർ ദർ. പിന്നെയോ അത് ബില്യണിലേക്ക് എത്തുമ്പോൾ ദർ ആർ 9 zeros. ഓക്കെ, മില്യൻ്റെ അകത്ത് 6 0 ആണെങ്കിൽ ബില്യൻ്റെ അകത്ത് എത്ര ഉണ്ട്? 9 zeros ഉണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ഇവിടെ നോക്കൂ, മില്യനോട് ചേർന്നിട്ടില്ല. 1 million എന്ന് പറഞ്ഞാൽ 10 lakhന് തുല്യമാണ്. ഓക്കെ, യെസ്, ലാർജസ്റ്റ് നമ്പർ നമ്മൾ സ്മോളസ്റ്റ് നമ്പർ മൈനസ് ചെയ്യണം അല്ലേ. 75,000 നിന്ന് 23,000 മൈനസ് ചെയ്യണം. അപ്പോൾ ഏകദേശം നമുക്ക് എത്ര കിട്ടും? 50,000 എബോവ് കിട്ടും അല്ലേ. മോർ ദാൻ 50,000. യെസ്, അപ്പോൾ ഉത്തരം എത്രയായിരിക്കും? മോർ ദാൻ 50,000 ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം? റൈറ്റ് 5 ഡിജിറ്റ് പാലൻഡ്രോമിക് നമ്പേഴ്സ്. പാലൻഡ്രോമിക് നമ്പറും എന്ത് ചെയ്തിട്ടുണ്ട്, 101 പോലെയുള്ള, അല്ലെങ്കിൽ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒരേപോലെയുള്ള നമ്പേഴ്സിനെ കുറിച്ചും പാലൻഡ്രോമിക് നമ്പേഴ്സ് ഒന്ന് നോക്കണം. പിന്നെ എന്ത് നോക്കണം? കാപ്രേക്കർ കോൺസ്റ്റൻ്റ് ഇല്ലേ, ആ സംഖ്യ എന്ത് ചെയ്യണം? നോക്കണം. ഇനി ഒരു പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, അതായത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 1 3 5 അങ്ങനെ ഏതൊരു 3 ഡിജിറ്റ് നമ്പർ ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്, അതിലോത്ത് പറയുന്നുണ്ട്. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ്, അതായത് 0 1 2 3 ഉപയോഗിച്ചിട്ട് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിലൊരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. 100ൻ്റെ പ്ലേസിൽ 0 ആയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എത്ര നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനത്തെ നമ്പേഴ്സ് ആയിരിക്കണം? ഇപ്പോൾ 1 2 ഇങ്ങനെയുള്ള എത്ര കോമ്പിനേഷൻ പറ്റുമെന്നാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കണം എന്നില്ല, നമ്മൾ ടെക്സ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, യെസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഇവിടെ 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. യെസ്, ഇതിൽ എന്താണ് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റിലേക്ക് അല്ലേ, ഡിക്രീസിങ് ഓർഡറിലാണ് എഴുതേണ്ടത്. അത് ഫസ്റ്റ് എന്ത് ചെയ്യണം? ലാർജസ്റ്റ് എഴുതണം, പിന്നെ അതിൻ്റെ കുറവ് എഴുതണം, അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നമ്പർ ആയിട്ട് ഏതാണ് വരിക എന്നുള്ളത്. അപ്പം ജസ്റ്റ് നമുക്ക് നോക്കുക, ആദ്യം എത്ര ഡിജിറ്റുകൾ ഉണ്ട് നോക്കുക. ഇത് 6 ഡിജിറ്റാണ്, ഇതും 6 ഡിജിറ്റാണ്, ഇത് 7 ഡിജിറ്റ് ഉണ്ട്, ഇത് 7 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണോ വരിക എന്ന് ഫസ്റ്റ് നോക്കുക. 16 ഉള്ളത് അല്ലേ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വരിക. യെസ്, ഇത് സെക്കൻഡ് വരും. പിന്നെ 3 5 ഉണ്ട്, 3 5 ഉണ്ട്, 3 5 8 അല്ലേ. അപ്പോൾ ഇതാണ് തേർഡ് വരിക, ഇത് ഫോർത്ത് വരിക. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഓർഡറിൽ എഴുതുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ലാസ്റ്റ് നമ്പറായിട്ട് വരുന്നത് ഏതാണ്? ഏറ്റവും ചെറിയ നമ്പർ ഏതാ വരിക? ഏറ്റവും ചെറിയ നമ്പർ 3 5 0 4 2 1 വരും. ഓക്കെ, ഇനി അടുത്ത സം ഓഫ് 2 ഓഫ് ദീസ് നമ്പർ ഈസ് യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും 2 നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ നമ്പർ കിട്ടും. ആ നമ്പറുകൾ ഏതൊക്കെയാണ് എന്നാണ്. യെസ്, നോക്കൂ, 1ൻ്റെ പ്ലേസിൽ എന്ത് വരണം? 3 വരണം അല്ലേ. 1ൻ്റെ പ്ലേസിൽ 3 വരണമെങ്കിൽ എത്ര എണ്ണം ആഡ് ആണോ? യെസ്, 2ഉം 1ഉം കൂട്ടിയാലാണ് 3 വരിക. ഇത് എത്ര ഡിജിറ്റ് ഉണ്ട്? ഇത് 3ഉം 4 7 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 7 ഡിജിറ്റും ഒരു
ഡിജിറ്റുമാണ് ഇവിടെ ആഡ് ആകുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഡിജിറ്റിനെ എടുക്കുക അല്ലേ. ഇത് 19 എന്ന് വരണമെങ്കിൽ 16ൻ്റെ കൂടെ എത്ര കൂട്ടണോ? 16ൻ്റെ കൂടെ 3 കൂടിയാൽ 19 ആവൂലേ. അപ്പോൾ നമുക്ക് ഒരു ഡിജിറ്റ് ഇതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ഡിജിറ്റ് ഏതായിരിക്കണം? അടുത്ത ഡിജിറ്റ് നമുക്ക് നോക്കാം. ഇതിൻ്റെ കൂടെ അതായത് വൺസ് പ്ലേസിൽ 3 വരണമെങ്കിൽ ഇവിടെ 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന 6 ഡിജിറ്റ് നമ്പർ ഏതാ? യെസ്, ഇതാണ് അല്ലേ. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. യെസ്, 2 1 കൂട്ടിയാൽ 3 വന്ന് 8 2 10 1 ബാക്കി അല്ലേ. 4 4 8 1 9. യെസ്, ഇനി 2 0 കൂട്ടിയാൽ 2, ഇനി 5 3 കൂടിയാൽ 8, 6 3 കൂട്ടിയാൽ 9, ഇനി 1. യെസ്, അപ്പോൾ 19 82 903 എന്ന് കിട്ടും. യെസ്, നോക്കൂ, 2 1 കൂട്ടിയാൽ 3 കിട്ടി അല്ലേ. 8 2 കൂട്ടിയാൽ 10 കിട്ടി, 1 ബാക്കി. 4 4 8 1 9. യെസ്, 2 0 2, 3 5 8, 6 3 9. യെസ്, അപ്പോൾ ഇതല്ലേ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ. അപ്പോൾ ഏതൊക്കെ നമ്പറുകൾ കൂട്ടിയാലാണ് കിട്ടുക? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? ഐഡൻറ്റിഫൈ ചെയ്യുക. സ്മോളസ്റ്റ് നമ്പർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണാം. യെസ്, നമ്മൾ ലാർജസ്റ്റ് നമ്പർ ഐഡൻറ്റിഫൈ ചെയ്തു, സ്മോളസ്റ്റ് നമ്പർ ഐഡൻറ്റിഫൈ ചെയ്തു അല്ലേ. ഇത് തമ്മിൽ ഡിഫറൻസ് എടുക്കണം. 2 - 1 1, 8 - 2 6, 4 - 4 0, 2 - 0 2. യെസ്, ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് എത്ര നമ്പർ കിട്ടും? യെസ്, 12,82,061 എന്ന നമ്പർ കിട്ടും അല്ലേ. അപ്പോൾ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് എന്ത്? 1 മില്യന് തുല്യമായ ഇന്ത്യൻ നമ്പർ ഏതാ? 10 lakh. അപ്പോൾ ഇത് 12 lakh അല്ലേ. 12,82,000 അല്ലേ. ഇനി നമുക്ക് നോക്കാം സ്റ്റേറ്റ്മെൻറ്റിലേക്ക്. ആ ഡിഫറൻസ് കിട്ടിയ നമ്പർ 12 lakh അല്ലേ. 12 lakh എന്ന് പറഞ്ഞാൽ 12 lakh 10 lakhനോട് തുല്യമായതാണ് 1 lakh അല്ലേ. അപ്പോൾ ലെസ് ദാൻ 1 lakh ആണോ? 1 million ആണോ? അല്ല. പിന്നെയോ നമ്പർ ഗ്രേറ്റർ ദാൻ 1 million ആണോ? യെസ്, അതെ അല്ലേ. പിന്നെയോ ദ നമ്പർ ഈസ് ബിറ്റ്വീൻ 10 lakh ആൻഡ് 20 lakh. ശരിയല്ലേ. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയുണ്ട്. 1 ഏതാ വരിക? അപ്പോൾ 2ഉം 4ഉം വരുന്ന ഓപ്ഷൻ ഏതാ? 2ഉം 4ഉം ട്രൂ ആണെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഉത്തരം അല്ലേ. യെസ്, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. 1395 അല്ലെ, 1395 പെന്നുണ്ട്. അത് എത്ര? 12 എണ്ണമുള്ള പാക്കറ്റാക്കി വാങ്ങണം അല്ലേ. നമ്മൾ ടെക്നോ ടിപ്പും പിൻ പോയിൻറ്റിനൊക്കെ വാങ്ങുമ്പോൾ എത്ര എണ്ണമുള്ള പാക്കറ്റാണ് വരിക? 10. ഇത് 12 ഉള്ള ഒരു പാക്കറ്റാണെന്ന് വിചാരിക്കുക. ഹൗ മെനി പെൻസ് വിൽ ബി റിമൈനിങ്? റിമൈൻഡർ ആയിട്ട് എത്ര വരും എന്നുള്ളതാണ് ചോദ്യം അല്ലേ. യെസ്, എത്ര പാക്കറ്റ് വേണം എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്. നമ്മളോട് എത്ര ബാലൻസ് വരും എന്നാണ് അല്ലേ. അപ്പോൾ എന്താണ്? വലിയൊരു നമ്പറുണ്ട്, ചെറിയൊരു നമ്പറുണ്ട്. ആകെ 2 നമ്പറിലേ തന്നിട്ടുള്ളൂ. ഇത് ഡിവിഷൻ ആണെന്ന് മനസ്സിലാക്കുക. യെസ്, ഇനി എന്ത് ചെയ്യുക? 1395 ഡിവൈഡഡ് ബൈ 12 ചെയ്യുക. അപ്പോൾ ഉത്തരം നമുക്ക് എത്ര കിട്ടും? യെസ്, 1395 116 12കളുണ്ട്, റിമൈൻഡർ 3. അപ്പോൾ 3 പെന്ന് പുറത്തായിരിക്കും. ഹൗ മെനി മോർ പെൻസ് ആർ നീഡഡ് ടു ഗെറ്റ് 1 മോർ ഫുൾ പാക്കറ്റ്? ഒരു ഫുൾ പാക്കറ്റും കൂടി കിട്ടണമെങ്കിൽ എത്ര കൂടുതൽ വേണ്ടി വരും? 12 എണ്ണം ഒരു പാക്കറ്റിൽ ഉണ്ടാവുക. അപ്പോൾ 3 എണ്ണം പുറത്തുണ്ട്. 12 - 3 ചെയ്താൽ എത്ര കിട്ടണം? യെസ്, 9 പെന്നും കൂടി വേണം. അടുത്ത ചോദ്യം നോക്കൂ. 128 ഡിവൈഡഡ് ബൈ 8നോട് ഈക്വൽ ആയിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ 128നെ ഒന്ന് പകുതിയാക്കുന്നുണ്ട് ഞാൻ. 128ൻ്റെ നേരെ പകുതി എടുക്കുക, നമുക്ക് എന്ത് ചെയ്യുക? 64 എന്ന് കിട്ടും അല്ലേ. 8ൻ്റെ നേരെ പകുതി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 64 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇനി ബാക്കി ഓരോന്നും ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്തൊരു പാറ്റേൺ ആണ് അല്ലേ. ഇങ്ങനെ പാറ്റേൺ പോവാണ് എങ്കിൽ 20ാമത്തെ റോയിലുള്ള ലാസ്റ്റ് നമ്പർ എത്രയാണ് എന്നാണ് ഇവിടെ. ഇങ്ങനെ ഇതിപ്പോൾ 1 2 3 4 അല്ലേ. അങ്ങനെ 20ാമത്തെ പിന്നെ ഇതിൽ ഏറ്റവും അവസാനമുള്ള നമ്പർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. 4 കൊണ്ട് പോസിബിൾ റിമൈൻഡേഴ്സാണ് നമുക്ക് വേണ്ടത്. ഏതൊക്കെ നമ്പേഴ്സ് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയൊക്കെ പോസിബിൾ റിമൈൻഡേഴ്സ് വരും? നമ്മൾ ഉദാഹരണത്തിന് 4 എടുക്കുക. 4 കൊണ്ട് 4നെ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്നാൽ കിട്ടിയ 0 അല്ലേ. പിന്നെ അടുത്ത ഒരു 5 എടുക്കുക. അപ്പോൾ എന്താണ്? 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 + 1 എന്ന് എഴുതിക്കൂടെ. ഇനി 6 എടുക്കുക. അപ്പോൾ റിമൈൻഡർ എത്ര വരും? 2 വരും. അപ്പോൾ 4 + 2 എന്ന് എഴുതിക്കൂടെ. ഇനി അടുത്ത റിമൈൻഡർ 7 എടുക്കുക. 4 + 3 എന്ന് എഴുതിക്കൂടെ. ഇനി അടുത്തത് വരുമോ? ഇല്ല. 8ൽ 4 ഫുള്ളായിട്ട് പോകില്ലേ. യെസ്, അപ്പോൾ എത്ര റിമൈൻഡേഴ്സ് വരാം? ഇനി 4 മുഴുവനാകും പോകുന്നതാണെങ്കിൽ 0 വരാം. 1 വരാം, 2 വരാം, 3 വരാം അല്ലേ. യെസ്, ഇനി അടുത്തൊരു സീരീസ് വന്നിട്ടുണ്ട്. 3 7 11 ഇങ്ങനെ പോവാണ്. ആ നമ്പറിൻ്റെ പ്രത്യേകത എന്താ? റിമൈൻഡർ 3 ആണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ. ഇനി അടുത്ത
4 നമ്പേഴ്സ് എന്ത് ചെയ്യണം, എഴുതണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ സീരീസ് ഇതിൻ്റെ കൂടെ 4 ആഡ് ചെയ്ത്, ഇതിൻ്റെ കൂടെ 4 ആഡ് ചെയ്ത്, അപ്പോൾ 4 ആഡ് ചെയ്തിട്ട് ഒരു എത്ര നമ്പേഴ്സിന് എഴുതി കൊടുത്താൽ, ഒരു 4 നമ്പേഴ്സിന് എഴുതി കൊടുത്താൽ മതി അല്ലേ. നമുക്ക് എത്ര എഴുതാം, 15 എന്ന് എഴുതാം, 19 എന്ന് എഴുതാം, 23 എന്ന് എഴുതാം അല്ലേ, 27 എന്ന് എഴുതാം. ഇനി അടുത്ത ചോദ്യം 100 ഇതിലോട്ട് വരുമോ എന്നാണ്. 100 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നോക്കൂ. 100ൽ എത്ര 4 ഉണ്ട്, 25 ടൈംസ് അല്ലേ, 25 ഇൻറ്റു 4 100 അല്ലേ. അപ്പോൾ ഇത് വരില്ല. എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ അതായത് ഇത് എഴുതുക. ഉത്തരം ശരിയായാൽ മതി, വഴികൾ എന്തായാലും കുഴപ്പമില്ല. ഇനി എന്താണ്, റൈറ്റ് 169 ആസ് certain ടൈംസ് 8 ആൻഡ് റിമൈൻഡർ. യെസ്, ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, കണ്ടെത്തണം. പിന്നെന്താണ് അടുത്ത ക്വസ്റ്റ്യനിൽ 5A 5B. യെസ്, ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഇനി 5ൽ A നോക്കുകയാണ്. അതായത് 18 ഇൻറ്റു 18ന് ഈക്വൽ അല്ലാത്തത് ഏത് എന്നാണ് നോക്കേണ്ടത്. യെസ്, അടുത്ത നോക്കൂ. ഇതാണ് 18 ഇൻറ്റു 12 ആണ് അല്ലേ. 12 പ്രാവശ്യം 18 കൂട്ടിയാൽ, അല്ലെങ്കിലോ 18 പ്രാവശ്യം 12 കൂട്ടുക അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ 10 ഗുണിക്കണം 12 ഉണ്ട്, 8 ഗുണിക്കണം 12 ഉണ്ട് അല്ലേ. 10 ഗുണിക്കണം 12 ചെയ്തിട്ട് അതിൻ്റെ കൂടെ 8 ഗുണിക്കണം 12 കൂട്ടുകയാണ്. അപ്പോൾ ഇതും ഈക്വലാണ്. ശരി. ഇനി അടുത്ത നോക്കൂ. യെസ്, 20 ഗുണിക്കണം 12 മൈനസ് 2 ഇൻറ്റു 12 ആണ്. ഇതിൽ 2 12നെ കുറക്കുന്നുണ്ട് അല്ലേ. യെസ്, ഏകദേശം ഇതല്ലേ ഉത്തരം വരിക. പിന്നെയോ ഇനി ഒരു ഉത്തരം കൂടി കണ്ടെത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിനെ ഔട്ടാക്കാം. യെസ്, 18 ഗുണിക്കണം 10 പ്ലസ് 18 ഗുണിക്കണം 2 റെഡിയല്ലേ. അപ്പോൾ ഇതിനങ്ങ് ഒഴിവായി കളയാം. യെസ്, ഇത് ഉത്തരം വരില്ലല്ലോ അല്ലേ. 18 ഗുണിക്കണം 2 എത്രയാണ്, 36. 36ൻ്റെ കൂടെ വീണ്ടും 18 കൂട്ടിയാൽ എത്രയാണ് വരിക? യെസ്, 54 വരൂ. അപ്പോൾ ഇതാണ് തെറ്റ്. യെസ്, ഇതിൽ നമുക്ക് ഡിവിഷനിലെ ബോക്സ് കണക്ക് നമുക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും മൾട്ടിപ്ലിക്കേഷനിലെ ബോക്സ് കണക്ക് മുമ്പൊക്കെ CBSE പുസ്തകങ്ങളൊക്കെ കാണാം അല്ലേ. 36നെ നമുക്ക് എങ്ങനെ എഴുതാം, 30 6 എന്നെഴുതി കൂടെ. യെസ്, അങ്ങനെയാണെങ്കിൽ 17 നമുക്ക് എങ്ങനെ എഴുതാം, 10 + 7 എന്നെഴുതി കൂടെ അല്ലേ. യെസ്, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻറ്റു ചെയ്യാണ് എന്നല്ലേ. 3 ഇൻറ്റു 1 എത്രയാണ്, 3. എത്ര സീറോസ് ഉണ്ട്, 2. ഓക്കെ. 6 ഇൻറ്റു 1 എത്രയാണ്, 6. ഒരു 0. ഓക്കെ. ഇനി അടുത്ത് 7 ഇൻറ്റു 3 എത്രയാണ്, 21 അല്ലേ, ഒരു 0. യെസ്, 6 ഇൻറ്റു 7 എത്രയാണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ജസ്റ്റ് ഒരു ധാരണയിലുണ്ടായിരിക്കുക, കാണാപ്പാടം പഠിക്കണ്ട, അങ്ങനെ ഗ്രാജുവലി എന്ത് ചെയ്തോളൂ, അങ്ങ് കിട്ടും. യെസ്, അപ്പോൾ 6 6 36 ആണെങ്കിൽ 6 എത്രയായിരിക്കും, 42 ആയിരിക്കും. ഇനി ഇതെന്ത് ചെയ്യുക, അടുത്ത ഒരു കള്ളിയും കൂടി. 300 കൂട്ടണം 60, 360 അല്ല, 210 കൂട്ടണം 42, 252. എൻ്റെ ഇതെന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. യെസ്, 612 കിട്ടണം. ഇനി നിങ്ങൾ ട്രഡീഷണൽ വേല ചെയ്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, സൈഡിൽ ചെയ്താൽ മതി, തെറ്റിപ്പോകാണ്ടിരിക്കാൻ. യെസ്, നിങ്ങൾ ട്രഡീഷണൽ വേല ചെയ്യുന്നെങ്കിൽ സൈഡിൽ അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ബോക്സ് കണക്കാണ് ചോദിച്ചത്. യെസ്, ഇവിടെ കോളം 1 തന്നിട്ടുണ്ട്, കോളം 2 തന്നിട്ടുണ്ട്, പിന്നെ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. 300 ഇൻറ്റു 12 3600 ആണെന്നുള്ള അല്ലേ. ഓക്കെ, അപ്പോൾ 300 ഇൻറ്റു 12 3600 ആണെങ്കിൽ 300 ഇൻറ്റു 13 എത്രയായിരിക്കും, 3600ൻ്റെ കൂടെ ഒരു 300 കൂടി കൂട്ടിയതായിരിക്കൂലേ. അപ്പോൾ യെസ്, 3600 + 300. അപ്പോൾ C എന്ത് ചെയ്യും, 1ന് മാച്ചാവും. യെസ്, ഇനി അടുത്ത് നോക്കൂ. 301 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ പിന്നെ നേരത്തെ ഒന്ന് കൂട്ടിയാണ് അല്ലേ, 300ൻ്റെ കൂടെ 1 കൂട്ടി. ഇവിടെയോ, ഇവിടെ 300ന് 1 മൈനസ് ചെയ്തു. അപ്പോൾ ഇവിടെ 1 മൈനസ് ചെയ്യുന്ന ഏതാ ഉള്ളത്, അപ്പോൾ അതിനോട് നമ്മൾ എന്ത് ചെയ്യുക, 1 മാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെയോ പ്ലസ് ചെയ്യുന്ന ഏതാ ഉള്ളത്, അതിനോട് മാച്ച് ചെയ്ത് കൊടുക്കുക. യെസ്, ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, ലോജിക്ക് എടുത്താൽ മതി. യെസ്, അപ്പോൾ അടുത്ത ഓപ്ഷൻ A ആയിരിക്കും. യെസ്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ട, 132 തവണ നമ്മൾ 13നെ ഇൻറ്റു ചെയ്യാണ്, 32 തവണ 13നെ ഇൻറ്റു ചെയ്യാണ്. അപ്പോൾ ഇതിൽ പിന്നെ ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇത് ജസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ അല്ലേ. 100 ഗുണിക്കണം 13 പ്ലസ് 32 ഗുണിക്കണം 13 എന്ന് എഴുതിക്കൂടെ ഇതിനാ അല്ലേ. 100 പ്രാവശ്യം 13 ഗുണിച്ചു പ്ലസ് 32 ഗുണിക്കണം 13. എന്നിട്ട് ഇത് കൂട്ടുമല്ലേ ചെയ്യുന്നത്. ഇനി ഇതാണ് മൈനസ് ചെയ്യേണ്ടത് അല്ലേ. അടുത്ത് നമ്മൾ മൈനസ് ചെയ്യാണ്. 32 ഗുണിക്കണം 13, ഇവിടെ ഒരു 32 ഗുണിക്കണം 13 അല്ലേ. ഇതും എന്ത് ചെയ്ത് നമ്മൾ കുറച്ച് നേരം നമുക്ക് ഈ ഉത്തരം കിട്ടി, 100 ഗുണിക്കണം 13. ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ആവാനാണ് സാധ്യത. ഇവിടെ ഒരു 0 കൂടി ഉണ്ടെങ്കിൽ സംഭവം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 10,000 കിട്ടണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം, 100 ആയിരിക്കണം. ഇനി 100 200 ആണെങ്കിൽ ഇവിടെ 2 ആയിരിക്കണം അല്ലേ. ഇനിയോ ഇവിടെ 7ഉം ഇവിടെ 70 ആണ്. അപ്പോൾ 7 ഇൻറ്റു എത്രയായിരിക്കും, 70. 7 ഇൻറ്റു 10 ആയിരിക്കും 70 അല്ലേ. അപ്പം ഇവിടെ ശരിക്കും 117 ഇൻറ്റു 112 ആയിരിക്കണം നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള മിസ്സിംഗ് നമ്പേഴ്സും അതുപോലെ തന്നെ കണ്ടു. യെസ്, അടുത്ത ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് 6 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ റെക്റ്റാങ്കിൾ ആണ്, റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, ഒരു സർക്കിൾ ഉള്ളത് അല്ലേ. ഇനി അബോവ് പിക്ചർ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഏതായിരിക്കും ശരി എന്നാണ് നമുക്ക് നോക്കാം.
യെസ്, നേരത്തെ തന്ന പിന്നെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു സർക്കിളായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഈക്വൽ ടു ദ ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ. അപ്പോൾ തെറ്റല്ലേ? ഇവിടെ ഡയമീറ്റർ എന്നാ പറഞ്ഞെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഹൈറ്റിനോട് ഒപ്പിച്ച് നോക്കാനും. അല്ലെങ്കിൽ ഡബിൾ ദ റേഡിയസ് എന്നാണ് പറഞ്ഞെങ്കിലും. അടുത്ത സാധനം പറയുന്ന റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ദ ഡബിൾ ദ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ. അതും തെറ്റല്ലേ? വിടുത്തല്ലേ? ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നീളമുള്ള സൈഡായിട്ട് എടുക്കുകയാണെങ്കിൽ. ഇനി അടുത്ത ചോദ്യം, പിന്നെ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഡബിൾ ദ ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ. യെസ്, അടിപൊളി. ഇനി ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ദ ഹാഫ് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ. അപ്പോൾ യെസ്, അടുത്ത രണ്ട് ചിത്രം തന്നിട്ടുണ്ടല്ലേ. ഒന്ന് സ്ക്വയറിൻ്റെ ഉള്ളിൽ പിന്നെ സർക്കിള്, പിന്നത്തത് സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയർ. ഇനി എന്താണ്, ദ സർക്കിൾ ആർ ഡ്രോൺ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ടു സർക്കിൾ വിത്ത് 5 സെൻറ്റിമീറ്റർ. ഡ്രോ ദീസ് പിക്ചർ ഇൻ ഗിവൺ മെഷേഴ്സ് ആൻഡ് ഷെയ്ഡ് ഇറ്റ്. നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ചിത്രം വരക്കുക, അതിൻ്റെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. മറ്റേ നമ്മളെ ഇതില്ലേ, സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചാൽ നമുക്ക് കറക്റ്റ് കിട്ടൂലേ. യെസ്, ഈ പിക്ചർ എന്താണ്, ഒരു പാരലോഗ്രാം അല്ലേ. ഈ ലൈനും പാരലൽ, ഈ ലൈനും പാരലൽ അല്ലേ. ഒരു പാരലോഗ്രാം വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. യെസ്, ഇത് റെക്റ്റാങ്കിൾ ആണോ? അല്ല. പിന്നെയോ അടുത്ത, ഇത് ചിത്രത്തിലൊരു വൃത്തിക്കുറവുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് എ അല്ല എന്നുള്ളത് ഞാൻ തന്നു. ഇനി ബി ഒ സി ഒ ഡി ഒ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. ഇനി അടുത്ത ചോദ്യം എന്താണ്, ഡ്രോ എ സർക്കിൾ ഓഫ് എ റേഡിയസ് 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരയ്ക്കുക. എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഒരു ഗിവൺ പാറ്റേൺ വരയ്ക്കുക. എന്താണ് തന്നിരിക്കുന്ന പാറ്റേൺ? ചില ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അതെന്ത് ചെയ്യണോ, സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. ഇത് എന്താണ്, ഇത് ചെയ്തൂടെ? വളരെ സിമ്പിളല്ല. യെസ്, ഇതിൻ്റെ വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ.